ഹലോ, അപ്പോൾ ഇത് ക്രിസ്മസ് ദിവസത്തെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. ആദ്യത്തെ പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ 2 ദിവസമായി ക്ലീനിങ് തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ആ മുറിയിലെ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് അടുക്കളയിലേക്ക് ഇട്ട്, പിന്നെ ബിരിയാണിയുടെ പരിപാടികളെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കള നന്നായിട്ട് അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഹൗസ് ഓണറുടെ ബിരിയാണി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അപ്പം ക്ലീൻ ആക്കുന്നത് തീരെ കുറവാണ് കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനം ഒരൊറ്റ ക്ലീനിങ് ആണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു ക്ലീൻ ചെയ്ത സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഏകദേശം ഒരു 12 മണി ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ പരിപാടി. പക്ഷെ തീർന്നപ്പോൾ ഏതാണ്ട് 5 മണിയായി. കാരണം ഇടയ്ക്ക് ബിരിയാണിയുടെ മസാല ഒന്ന് കരിഞ്ഞു പിടിച്ചു പോയായിരുന്നു. എന്നിട്ട് അത് ഞാൻ മാറ്റിയിട്ട് വീണ്ടും പുതിയത് ഒന്നിന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെ സമയം പോയി. പക്ഷെ ഞാൻ ആ മസാല കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, നമുക്ക് കഴിക്കാറ്. തീരെ കൊള്ളില്ലാണ്ടല്ല, എന്നാലും ഒരു ചെറിയൊരു കരിച്ചൊവ കയറിയപ്പം എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പുതിയത് ഉണ്ടാക്കിയിട്ടാണ് ഹൗസ് ഓണർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനതിന് അച്ചാറില്ല എന്നുള്ള കാര്യം ഓർക്കണത്. അപ്പോൾ എന്നാൽ പെട്ടെന്നൊരു റൈത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഞങ്ങളുടെ നാട്ടിൽ സർലാസ്, കച്ചമ്പർ എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഒന്ന് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ഞെക്കി പിഴിഞ്ഞാൽ കുറച്ച് വെള്ളം അങ്ങ് പോയി കഴിയുമ്പം സവാളയുടെ ഒരു കുത്തിൽ ചുവ മാറും. പിന്നെ അതിലേക്ക് മുളക് ഞാൻ അധികം ഇടണില്ല, കാരണം അവർക്കൊക്കെ മുളക് ഇഷ്ടമാണോന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വിനാഗിരിക്കകത്തും മുളകിനകത്തും ഉപ്പിനകത്തും കൂടെ ഇട്ട് വെച്ചിരുന്ന ക്യാരറ്റ് കുറച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു എരിവുണ്ടാവും, പക്ഷേ അത് പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ അത് നമ്മുടെ ഹൗസ് ഓണർക്കുള്ളത് ഞാൻ ആദ്യം പാക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ ഫ്രണ്ട്സിനുള്ളതും കൂടെ എടുത്ത് വെച്ചിട്ട് ഞാനത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. അപ്പോൾ ആളത് വാങ്ങിച്ച് എങ്ങനെയാണ് കഴിക്കണ്ടേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനിത് ഈ റൈത്തയൊക്കെ വെച്ച് എങ്ങനെയാണ് കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ തിരിച്ചു വന്നിട്ട് അവർ വീട്ടിലുണ്ടാക്കിയ കേക്ക് എനിക്ക് കൊണ്ടു തന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ബിരിയാണി കഴിച്ചിട്ട് ഒരു നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാരങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കുറച്ച് ഇഞ്ചിയും പഞ്ചസാരയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് അരിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേക്കും കൂടി വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ചെറിയ ക്രിസ്മസ് വളരെയധികം സന്തോഷമായിട്ട് കഴിഞ്ഞു കേട്ടോ.